പരിശുദ്ധ അമ്മയ്ക്ക് വളരെ പ്രത്യേകമാം വിധം പ്രതിഷ്ഠിതമായ ഈ മാസത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുകയും ഒത്തിരിയേറെ ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുകയുമൊക്കെയാണ്. ഈ ഒരു ജപമാല യജ്ഞത്തിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് പ്രാർത്ഥനാപൂർവം ചിന്തയ്ക്കായി വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ കുരിശുമായിട്ട് അമ്മ കടന്നു വരുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. അമ്മ എന്നിട്ട് ആ മകളോട് പറഞ്ഞു, കുരിശ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. സഹനം വിശ്വസിക്കുന്ന എല്ലാ മക്കൾക്കും സ്വീകാര്യമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 24-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി നിലത്ത് വീണു. യേശു തീവ്രവേദനയിൽ മുഴുകിയപ്പോൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ജീവിതത്തിലേക്ക് കടുകട്ടിയുള്ള സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ കരഞ്ഞും തളർന്നും വിശ്വാസം നഷ്ടപ്പെടുത്തിയൊക്കെ പിന്മാറരുത്. പകരം ഈശോ നമുക്കിവിടെ കാണിച്ചു തരുന്ന മാതൃക കൊടിയ വേദനയിൽ അവിടുന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിക്കുമോ? നീ എന്നെ കൈവിടുമോ? ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റുമോ? പക്ഷേ ഈ ഒരു നിലവിളി, യേശുവിൻ്റെ നിലവിളി, എൻ്റെയും നിങ്ങളുടെയുമായ നിലവിളിയാണ്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ തകരുന്ന നിമിഷങ്ങളിൽ യേശുവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ സഹനത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള കൃപാവരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വളരെ പെട്ടെന്ന് 2 മാസം കൊണ്ട് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞു. ട്രീറ്റ്മെൻറ്റിന് വിധേയനായി. പക്ഷേ വളരെ പെട്ടെന്ന് അത് ദേഹം മുഴുവനും പടർന്നു പന്തലിച്ചു. 2 മാസം കൊണ്ട് രോഗം അറിഞ്ഞു മരിക്കുകയും ചെയ്തു. ജീവിത പങ്കാളി 2 പെൺമക്കൾ. ഈ സഹോദരി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ പിള്ളേരുടെ കാര്യം ഇനി എങ്ങനെ നോക്കും? എത്ര പെട്ടെന്നാണ് ചേട്ടനെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയത്. എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു അദ്ദേഹത്തെ ഇരുത്തിയിട്ട്. വളരെ സങ്കടത്തോടുകൂടെ നിലവിളിക്കുകയും പരാതി പറയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം എന്തെല്ലാം ഈ ജീവിതയാത്രയിൽ നമുക്ക് തരുന്നോ അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. സ്വീകരിക്കാനുള്ള മനസ്സാണ് സഹനത്തിൽ പക്വത പ്രാപിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനവും ബുദ്ധിമുട്ടുകളും നമ്മളെ തളർത്തിക്കളയരുത്. പിടിച്ചു നിൽക്കുവാനുള്ള സ്വർഗത്തിൻ്റെ അഭിഷേകം യേശുവാണ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പ്രകാരം കാണുകയാണ്: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. നസ്രത്തിലെ കുടുംബം, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും യേശുവിൻ്റെയും ജീവിതം എന്തുമാത്രം വ്യത്യസ്തങ്ങളായ സഹന ജീവിതങ്ങളിലൂടെ കടന്നുപോയി. അതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം സ്വീകരിച്ചതുകൊണ്ട് പരാതിയില്ലാതെ, പിറുവിറുപ്പുകളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ ആ കുടുംബം ഏറ്റെടുത്തു, സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ആ ഒരു സമയത്തായിരിക്കാം പെട്ടെന്നുള്ള വലിയ വിപത്തുകൾ വന്ന് സംഭവിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം യാത്ര ചെയ്യവേ ആക്സിഡൻറ്റിൽ
അവരുടെ ഏക മകൻ മരിക്കുകയാണ്. ഈ മരണത്തിന് ശേഷം 10-15 ദിവസം കഴിഞ്ഞപ്പം അവർ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങളുടെ ഏക സന്താനത്തെ ഈശോ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം ഏതാണ്ട് മതിയെന്ന് കർത്താവ് കണ്ടതുകൊണ്ടായിരിക്കാം കുട്ടി കൊണ്ടുപോയത്. ഞങ്ങൾക്ക് വേറെ മക്കളില്ല, സഹിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ആ സഹോദരി പറയുകയാണ്, ദൈവം അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നോർക്കുമ്പോൾ സിസ്റ്ററെ, വളരെ സമാധാനത്തോടെ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്കും ചേട്ടനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വരുന്ന ദുരിതങ്ങളിൽ നമ്മൾ സമചിത്തത പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള സ്വർഗീയ ശക്തിയും കരുത്തും കൃപയും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന, വ്യക്തിജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും വളരെ ധൈര്യപൂർവ്വം നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കണം. തളർന്നു പോകരുത്. തളർന്നു പോകുമ്പോൾ എന്തേ, നമ്മുടെ വിശ്വാസത്തിൽ കുറവ് സംഭവിക്കും. വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കും. പിന്നെ ദൈവത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ദൈവത്തിന് കണ്ണില്ല, ദൈവത്തിന് കാതില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുത്തിയെന്ന്. എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ എനിക്കിത് തന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിലേക്കിത് അനുവദിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടാവും, കൂടുതൽ പ്രത്യാശയുണ്ടാകും. ഒരു സഹോദരി എന്നോട് പങ്കുവച്ചത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. വളരെ കുഞ്ഞിലെ തന്നെ, എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് 7 മാസം ആയപ്പോഴേ ഭർത്താവ് പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു പോവുകയാണ്. പിന്നെ ഈ സഹോദരി ഈ കുഞ്ഞിനെയും വളർത്തി ജീവിക്കുകയാണ്. ഈ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റർ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷേ എല്ലാ കാര്യങ്ങളും കർത്താവ് എന്നെ പഠിപ്പിച്ചു. ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് പെരയുണ്ടാക്കി, കൊച്ചിനെ പഠിപ്പിച്ചു, വലുതാക്കി, ജീവിതം ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ക്ലേശങ്ങൾ എനിക്ക് ഉപകരിക്കും. ക്ലേശങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. നമുക്കറിയാലോ, ചില യന്ത്രങ്ങളൊക്കെ ചൂട് പിടിക്കുമ്പോഴാണ് അത് പ്രവർത്തിക്കുക. തീ കത്തുമ്പോൾ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളൊക്കെയുണ്ട്, ചൂട് ചെല്ലുമ്പോൾ അത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ചില സഹനങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നു, കൂടുതൽ ധൈര്യം കിട്ടുന്നു. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ആ വലിയൊരു അഭിഷേകം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, ക്ലേശങ്ങൾ എനിക്ക് ഉപകരിച്ചു, ക്ലേശങ്ങൾ എനിക്ക് ഉപകരിച്ചു. ഈ അടുത്ത ദിവസം ഒരമ്മ മകനോട് പറഞ്ഞു, അവന് ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പം വെളുപ്പിന് 3 മണി. വീണ്ടും അവൻ ഉണർന്ന് 6 മണിയായപ്പം ബൈക്കെടുത്ത് പോവുക. എങ്ങോട്ടാ മോനെ ചോദിച്ചു. അവൻ പറഞ്ഞു, അമ്മ ഇപ്പോൾ അവിടെ ഇരിക്കുക, അമ്മ എന്തിനാ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നീ വന്നതേ ഉള്ളൂ, ഉറക്കം ശരിയായിട്ടില്ല, ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിയട്ടെ. അമ്മ വിലക്കി. പക്ഷെ അവൻ കേട്ടില്ല. അവൻ ബൈക്കെടുത്ത് പോയി. 1 കിലോമീറ്റർ പോലും മുന്നോട്ട് പോയില്ല. അതിനപ്പുറം ആ വാർത്ത വീട്ടിലെത്തി. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവന് വണ്ടിയായിട്ട് മുട്ടിയതൊന്നുമല്ല, പക്ഷേ ബൈക്ക് മറിഞ്ഞു. ഇവന് നല്ല പരുക്ക് പറ്റി. കിടക്കുന്നോടത്ത് എഴുന്നേക്കാൻ പോലും മേലാത്ത രീതിയിലുള്ള പരുക്കാണ് ഈ കൊച്ചിന് സംഭവിച്ചത്. അടുത്തുള്ളവർ ഫോൺ വിളിച്ചു, അപ്പനും അമ്മയും കൂടെ ഓടിച്ചെന്നു, വണ്ടി പിടിച്ചു, ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ കാലെല്ലാം വെച്ച് കെട്ടി ഇരുന്ന് കഴിഞ്ഞപ്പം അവൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാനൊരു പാഠം പഠിച്ചു. അമ്മയെ അന്ന് അനുസരിച്ചായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ കിടക്കേണ്ടി വരികയില്ലായിരുന്നു. ഇപ്പോഴും കാല് കുത്തി നടക്കാൻ തുടങ്ങിയിട്ടില്ല. അമ്മയെ അനുസരിച്ചെങ്കിൽ എനിക്കിപ്പോൾ ഈ കിടക്കേണ്ടി വരികയില്ലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ചില തിരുത്തലുകളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചില വേണ്ടാവെക്കലുകൾ കൃപയിലേക്കുള്ള നമ്മുടെ വളർച്ചകളാണ്. ആ ഒരു അപകടത്തോടുകൂടി അവൻ പറയുകയാണ്, ഞാൻ അനുസരിക്കാൻ തീരുമാനമെടുത്തു. നടക്കുന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചില പീഡകൾ, ചില ദുരിതങ്ങൾ, ചില ദുഃഖങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരുപാട് വളർത്തുമെന്ന് നമ്മൾ കാണുകയാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിൻ്റെ 71 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, കഷ്ടതകൾ എനിക്ക് ഗുണമായി, എന്തെന്നാൽ നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ അത് ഇടയാക്കി. കഷ്ടതകൾ കൊണ്ട് നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ, പ്രമാണങ്ങൾ പഠിക്കുവാൻ എനിക്ക് ഇടവന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ നിയമം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കത്തി ജ്വലിച്ച് നിൽക്കുമ്പോഴാണ് ക്ലേശങ്ങളെ ധൈര്യപൂർവ്വം സ്വീകരിക്കുവാനുള്ള ശക്തിയും ഒരു കരുത്തും
അത് ദൈവം നമുക്ക് തരുന്ന വലിയൊരു കൃപയാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നഷ്ടധൈര്യരാകാതെ ശക്തിയുള്ളവരായി, കൃപയുള്ളവരായി അഭിഷേകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. എല്ലാ പരീക്ഷണങ്ങളും കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ജ്വലിച്ച് ഉയർന്നു നിൽക്കുന്ന പന്തങ്ങളായി തീരണം. എല്ലാ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ കടന്നു പോകും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ കഷ്ടതകളൊക്കെ നമ്മളെ കടന്നു പോകും. പ്രിയ സഹോദരങ്ങളെ, ഈ കഷ്ടതകളോടെ ദൈവത്തെ കണ്ടെത്താനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും സഹനങ്ങൾ സ്വീകരിക്കുവാനുമൊക്കെ നമുക്ക് വലിയ ശക്തിയും കൃപയും തരികയാണ്. ഈ ജപമാല യജ്ഞത്തിലൂടെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുഴുവൻ സഹനങ്ങളും ഏറ്റെടുത്ത പരിശുദ്ധ മാതാവ് ഈ വലിയ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കുകയാണ്. കുരിശില്ലാതെ നമുക്കൊരു കിരീടം സ്വന്തമാക്കാൻ പറ്റിയല്ല. കർത്താവിൻ്റെ രക്ഷാകരമായ ആ കുരിശ് നമുക്ക് തരുന്ന ആ വലിയൊരു സമാധാനം, ആ വലിയൊരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക, പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ശാലോം കുടുംബത്തിൽ ചെല്ലുന്ന എല്ലാ ജപമാലകളുടെ യോഗ്യതകളോട് ചേരുമ്പോൾ ഒരുപാട് സഹനദാസരെ വീണ്ടും പരിശുദ്ധ അമ്മ ഉയർത്തും. എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി സഹിക്കുന്ന അനേക സഹനദാസര് വേണം. അവരുടെ സഹനത്തിൻ്റെ ആ വലിയ തീക്കനലാണ് വലിയ യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മാറാ രോഗങ്ങളും ഒക്കെ മാറിപ്പോകുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് സഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് ലോകത്തിന് ആവശ്യമുണ്ട്. സഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് ആവശ്യമുണ്ട്. സഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഒരു സഹനദാസിയായിട്ടാണ്, ഒരു സഹനദാസനായിട്ടാണ് എനിക്കങ്ങനെ നല്ല വിളി തരുന്നതെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള എളിമയും വിശ്വാസവും കൃപയും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈശോയോട് ചേർന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമ്മുടെ തീവ്രവേദനയിൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും സ്നേഹത്തോടെ ഈ പരിശുദ്ധ ആരാധനയിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം പ്രവേശിക്കാം. തുറക്കുന്നു ദൈവം മണ്ണിലെ മക്കൾക്കു ജീവനേകാൻ, നമ്മോടൊത്തു വസിക്കാൻ വരുന്നു ആദരവോടെ വീരേൽക്കാം. വിണ്ണിന്റെ വാതിൽ തുറക്കുന്നു ദൈവം മണ്ണിലെ മക്കൾക്കു ജീവനേകാൻ, നമ്മോടൊത്തു വസിക്കാൻ വരുന്നു ആദരവോടെ വീരേൽക്കാം. യേശുവേ ആരാധന, രക്ഷക ആരാധന, സ്നേഹമേ ആരാധന, എൻ ജീവനെ ആരാധന. സ്നേഹത്തോടെ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ ആരാധന, രക്ഷക ആരാധന, സ്നേഹമേ ആരാധന, എൻ ജീവനെ ആരാധന. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടക്കപ്പെടുന്ന കർത്താവിൻ്റെ സ്നേഹസന്നിധിയിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ആകാശവും ഭൂമിയും മാറിയാലും മാറപ്പെടാത്ത അവിടുത്തെ വചനവാഗ്ദാനം നമുക്കോർക്കാം.
യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോയെ, ഞങ്ങളുടെ കൂടെയുള്ള അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആനന്ദവും ആശ്വാസവും ഉന്മേഷവും പകർന്നു തരുന്നു. കോടാനുകോടി മാലാഖമാരും പരിശുദ്ധരും പരിശുദ്ധ അമ്മയും സ്വർഗീയഗണങ്ങൾ മുഴുവനും യേശു സാന്നിധ്യത്തെ ആരാധിക്കുന്ന ഈ സ്വർഗീയ നിമിഷങ്ങളിൽ നമുക്കും കരങ്ങൾ ഉയർത്തി ആ മാലാഖമാരുടെ സ്തുതിസ്തോത്രങ്ങളോട് ചേർന്ന് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും ശാന്തതയോടെ നമ്മളെ അനുഗ്രഹിക്കുവാനായി ഈശോ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ മുൻപിലായിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മളുടെ എല്ലാ സഹനങ്ങളും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ എല്ലാ രോഗപീഠകളും അവിടുത്തെ സന്നിധിയിൽ കൊടുക്കാം. ഈ സന്നിധിയിൽ മാത്രമേ എനിക്ക് ആശ്വാസവും സമാധാനവുമുള്ളൂ. എൻ്റെ ഈശോയെ, മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും, എന്നെ തകർക്കുന്ന എല്ലാ പീഠകളും സ്നേഹസന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. ഇന്നിൻ്റെ കാഴ്ചയായി ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ വേദനകളും, നമ്മളുടെ എല്ലാ സഹനങ്ങളും സഹന വിഷയങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. ഹൃദയം തുറന്നൊന്നു പറയാൻ എനിക്കങ്ങല്ലാതാരുള്ളു നാഥാ, എല്ലാം മറന്നൊന്നിരിക്കാൻ ശാന്തി അരുളും സന്നിധി മാത്രം. ശാന്തിയുടെ ശാന്തി അരുളും സമാധാനത്തിൻ്റെ ഈ തീരത്ത് നമ്മുടെ മനഭാരങ്ങളെല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാം. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് പറഞ്ഞ് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന വലിയ കാരുണ്യം, അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹഹൃദയം. ഈശോയെ, തളർന്ന മനസ്സും രോഗത്താൽ ബന്ധിതമായ എൻ്റെ ശരീരവും പ്രാർത്ഥിക്കുവാൻ ആവാത്ത എൻ്റെ ആത്മീയതയും തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഒരിക്കൽ കൂടെ അവിടുത്തെ സ്നേഹസന്നിധിയിൽ ജീവിതഭാരങ്ങൾ ഇറക്കി വെച്ച് ആവർത്തിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്നൊന്നു പറയാൻ എനിക്കങ്ങല്ലാതാരുള്ളു നാഥാ, എല്ലാം മറന്നൊന്നിരിക്കാൻ ശാന്തി അരുളും സന്നിധി മാത്രം. ശാന്തി അരുളും സന്നിധി മാത്രം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ 22-ാം അധ്യായം 24-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. തീവ്രവേദനയിൽ മുഴുകിയ ഈശോ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി നിലത്ത് വീഴുന്നു. തീവ്രവേദനയിൽ മുങ്ങിയപ്പോൾ യേശു തീക്ഷ്ണമായി പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം
എന്നിൽ നിന്ന് അകറ്റണമേ എന്ന്. എല്ലാ സഹനങ്ങളും പിതാവ് പുത്രനായി ഒരുക്കിയ എല്ലാ പദ്ധതികളും അതിൻ്റെ പൂർണ്ണതയിൽ ഈശോ നിറവേറ്റി. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകാതെ, ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളിൽ അങ്ങേ മുറുകെ പിടിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യാശയുള്ള മനസ്സും ആത്മാവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ യേശുവിൻ്റെ പക്കലേക്കൊന്ന് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ മനസ്സിൻ്റെ സങ്കടഭാവങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയത്തിൽ സമാധാനം നിറയുവാൻ വേണ്ടി യേശു സാന്നിധ്യം അനുഭവിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗത്തിൻ്റെ ദൂതറിയിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന എല്ലാ സഹനങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. സഹനങ്ങൾ എനിക്ക് ഉപകരിച്ചു, കഷ്ടതകൾ എനിക്ക് ഉപകരിച്ചു. എന്തെന്നാൽ അതിലൂടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പഠിക്കുവാൻ നമുക്ക് സാധിച്ചു. നമ്മളുടെ എല്ലാ സഹനങ്ങളും രോഗങ്ങളും തളർച്ചകളും തകർച്ചകളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ എല്ലാ പ്രലോഭനങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ശാന്തത വെടിയാതെ ദുരിതങ്ങളിൽ എന്നെ പ്രത്യാശയോടെ നടത്തേണമേ. ശാന്തത വെടിയാതെ ദുരിതങ്ങളിൽ എന്നെ പ്രത്യാശയോടെ നടത്തേണമേ. ചിലപ്പോൾ തകർന്നു പോകുന്ന മാനസികാവസ്ഥയില്ലേ നമുക്ക്? എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഒരു ഉയർച്ചയില്ലാതെ പോകുന്നു? എൻ്റെ ഈശോയെ, അങ്ങ് തന്നെ മറന്നുവോ? ഇത്തരത്തിലുള്ള എല്ലാ സങ്കടങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന നല്ല നിമിഷങ്ങളിൽ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹനത്തിൻ്റെ കാസ ഏറ്റമട്ടോളം തീർത്ത നമ്മുടെ അമ്മയുടെ ആ വലിയ ശക്തിയും കരുത്തുമാണ് നമുക്കിപ്പോൾ ബലമായി സമ്മാനമായി തരുവാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് എൻ്റെ എല്ലാ സഹന വിഷയങ്ങളിലേക്കും ക്ലേശങ്ങളിലേക്കും അമ്മയുടെ സഹായവും മാധ്യസ്ഥവും തേടി നമുക്ക് ഭക്തിപൂർവം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോമിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിസ്തറപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലീഹന്മാരായ മാർ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, തിരുസഭയുടെ മാതാവേ, കരുണയുടെ മാതാവേ, ദേവരപ്രസാദത്തിന്റെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയായ മാതാവേ, കളങ്കമറ്റ കന്യകയായ മാതാവേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷകന്റെ മാതാവേ, തിരുസഭയുടെ മാതാവേ, ഏറ്റവും വേഗമതിയായ കന്യകേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ,
അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് ഞങ്ങളുടെ യാചനകളെല്ലാം കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ അമ്മേ, ഈ ആശീർവാദ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹനശക്തിയും പ്രത്യേക വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ലഭിക്കുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഏറ്റവും ഭക്തിയോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും യേശു സാന്നിധ്യത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പര